അവന്റെ ഉംറ അല്ലാഹു സ്വീകരിക്കൂല. വലാ ജിഹാദൻ, അവന്റെ ജിഹാദ്, അവൻ നടത്തുന്ന ധർമ്മ സമരം അല്ലാഹു സ്വീകരിക്കൂല. എന്നിട്ട് റസൂൽ പറയാണ്, വലാ സർഫൻ വലാ അദ്ലാ, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും സുന്നിയല്ലാത്തവർ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ പറയുന്നതല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്കാക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞയച്ച സയ്യിദുൽ വുജൂദ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അവന്റെ ഫർളും സ്വീകരിക്കൂല, സുന്നത്തും നിസ്കരിക്കൂല. ആരുടെയെന്നും കൂടി പറയും, ബിദഅത്തുകാരൻ്റെ. ഈ നിന്നിട്ട് ഈ വിടുവായത്തം പറയുന്ന ബിദഅത്തുകാർ എന്ന് പറഞ്ഞാൽ സാഹിബ് ബിദ്അ എന്നുള്ള ആ ഒരു കാര്യം ആ ഒരു റിപ്പോർട്ടിലുണ്ട്. അതെന്തായാലും അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. സാഹിബ് ബിദഅത്താണോ, എന്താണ് സാഹിബ് ബിദഅത്ത് എന്നൊക്കെ പിന്നെ നമ്മൾ വിശദീകരിക്കേണ്ടി വരും. ഇയാളൊരു ബിദഅത്തുകാരനാണ്, ബിദഅത്ത് പ്രോത്സാഹിപ്പിക്കുന്നവനാണ്, ഷിർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന മൊല്ലയാണിത്. ഇയാളുടെ എന്തെങ്കിലും സ്വീകരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറയട്ടെ മൂപ്പരെ. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ആര്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത കാര്യങ്ങൾ, മൗലീദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. എന്താണ്? മൗലീദ് കഴിക്കൽ റസൂലുള്ളാഹിയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, ഹിജ്റ 300 ശേഷം വന്നതാണ്. ആ മൗലൂദ് ഓതാത്ത എന്തെങ്കിലും പ്രോഗ്രാമുകളിലുണ്ടോ? ആ പ്രോഗ്രാമിൽ കൂടുകയും ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന മൗലവിയെ നിങ്ങൾ അമല് എങ്ങനെ അല്ലാഹ് സ്വീകരിക്കും? എന്നിട്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ തൗഹീദുമായിട്ട് നടക്കുന്ന ആളുകളുടെ അമലൊന്നും സ്വീകരിക്കില്ല. നിങ്ങളല്ലേ ഇപ്പം അള്ളാന്റെ സെക്രട്ടറി. വല്ലാത്ത ജാതി തള്ളാണ് മൗലവിയെ നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ളത്. ഹബീബ് നബി തങ്ങൾ പറഞ്ഞതാണിത്. അപ്പോ അങ്ങനെയുള്ള മക്കളായി മാറണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകരിക്കാതെ, നോമ്പ് സ്വീകരിക്കാതെ, സ്വതക്ക സ്വീകരിക്കാതെ, ഖുർആനോത്ത് സ്വീകരിക്കാതെ, ഹജ്ജും ഉംറയും സ്വീകരിക്കാതെ ആഖിറത്തിൽ നരകത്തിൽ കിടന്ന് വെന്തുരുകേണ്ടി വരുന്ന ദുരന്തം ഉണ്ടാവണമെന്ന് ആരെങ്കിലും തങ്ങളുടെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുജാഹിദുകളുടെ മദ്രസയിലേക്ക്, സ്കൂളിലേക്ക് പറഞ്ഞേക്കാം. ഇതാണിപ്പോൾ മുജാഹിദുകളാണ് ബിദഈകൾ എന്നുള്ളതാണ്. എന്താണ് ഓലെടുത്തുള്ള ബിദഅത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലിക്ക് ഔലിയല്ല എന്ന് പറയാം. ഔലിയല്ല എന്ന് ആരെ പറഞ്ഞിരിക്കണേ? ഏത് മുജാഹിദ പറഞ്ഞിരിക്കണേ? ഓലിക്ക് സലാത്തില്ല എന്ന് പറയാം. ഓലെ ഏത് കുത്തുബയിലാണ് സലാത്തില്ലാത്തത്? അവർക്ക് കുത്തുബിയത്ത് മാമാങ്ങൊന്നും ഇല്ല എന്നാ പറയാം. ഓലിക്ക് കുത്തുബിയത്തില്ല. കുത്തുബിയത്ത് ഓലിക്ക് നല്ല മുസ്ലിങ്ങൾക്കില്ല. നിങ്ങളെപ്പോലെ ബിദഅത്തുകാർക്ക് ഉണ്ടാവും. ഓലിക്ക് മൗലൂദില്ല എന്ന് പറയാം. റസൂലുള്ളാഹിക്കും സ്വഹാബാക്കൾക്കും താബിഈങ്ങൾക്കും താബിഈങ്ങൾക്കും അറിയാത്ത, അഇമ്മത്തിന്റെ ഉലമാക്കൾക്ക് അറിയാത്ത ഈ പിഴച്ച പാളക്കിതാബ് അത് മുജാഹിദീങ്ങൾക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് ആർക്കും തന്നെ അല്ല. പിന്നെ നിങ്ങൾ ബിദഈകളായ പിഴച്ച ബിദഅത്തിന്റെ കക്ഷികൾക്കുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നടന്നോളേ, നമുക്ക് അവിടെ വെച്ച് കാണാം. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലേ അവിടെ വെച്ച് കാണാൻ അപ്പട്ട വെച്ചിട്ട് നിങ്ങളെ കാണും. അതിൽ യാതൊരു സംശയമല്ല. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി പറയുന്നുണ്ട്. തങ്ങളുടെ മക്കളെ അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിലേക്കോ അല്ലെങ്കിൽ മുജാഹിദിന്റെ മദ്രസയിലേക്കോ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ 4 അക്ഷരം പഠിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ അദ്ദാദല്ലേ? അദ്ദാദ് ചെല്ലാത്ത ഒരാഴ്ചയെങ്കിലും നിങ്ങൾ മദ്രസകളിലുണ്ടോ? ഓരോ ദിവസവും എത്ര മണിക്കൂറാണ് നിങ്ങൾ ഈ പിഴച്ച വാദങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മദ്രസയിൽ ചെലവഴിക്കുന്നത്? എൻ്റെ മക്കള് സലഫി മദ്രസയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഓൽക്ക് എന്താ കുഴപ്പം? അവർ നല്ല ക്ലിയർ ആയിട്ട് ഖുർആനും പഠിക്കുന്നുണ്ട്, ഇസ്ലാമിക മതപഠനവും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നിങ്ങളുടെ ഈ അദ്ദാദും കുദ്ദാദും അല്ലാതെ എന്ത് തേങ്ങാക്കൊലയാണ് അവിടെ പഠിപ്പിക്കുന്നത്? അവിടെ ആ മദ്രസയിൽ ഞാൻ പഠിച്ചത് അങ്ങനത്തെ മദ്രസയിലാണ്. അന്ന് പിന്നെ അദ്ദാദും മറ്റുള്ള കുദ്ദാദും ഒന്നും ഉണ്ടാറില്ല. എന്നാൽ ഇപ്പോൾ ഈ ഇടയ്ക്കിൻ്റെ കുട്ടികളെ സമസ്തയുടെ മദ്രസയിലും പഠിപ്പിച്ചിരുന്നു. അവിടെ അനങ്ങിയ അദ്ദാദാണ്. മാലി മൗലൂദും അദ്ദാദും എന്നിട്ടാണ് തൗഹീദ് ഉൾക്കൊണ്ട ആളുകളെ ഒരു നാണവമാനം അല്ലാണ്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തബ്ലീഗ് ജമാഅത്തിന്റെ മദ്രസയിലേക്ക് അവരെ പറഞ്ഞേക്കാം. എന്നാൽ അല്ലാഹു ഇബാദത്തുകൾ സ്വീകരിക്കാതെ, അവർ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കാതെ കുല്ലുഹും ഫിന്നാർ എന്ന് പറയുന്നതിന് മുമ്പ് നാണോ മാനോ ഉളുപ്പുണ്ടെങ്കിൽ അലവ്യേ പറയണം. ഈ പറയപ്പെട്ട മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ഇവർ ചെയ്യുന്ന ബിദ്അത്ത് എന്താണ്?
ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുൻമാതൃകയില്ലാതെ മതത്തിലേക്ക് കടത്തിക്കൂട്ടാണ്. നിങ്ങളല്ലേ തിരികെ കൂട്ടിക്കണത് അല്ലേ? എന്തൊക്കെ മൗലൂദാണ്. വല്ലപ്പുഴയിൽ ഇരുന്നിട്ട് ഓടിക്കഴിച്ചിലായില്ലേ ബർസഞ്ചി, അതുപോലെ തന്നെ ജാല മുഹമ്മദ്, ബദർ, മങ്കൂസ്, കുങ്കൂസ് എന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങൾ ഏത് സ്വഹാബത്ത്, ഏത് റസൂലുള്ള, ഏത് താബിയങ്ങൾ, ഏത് താബിയങ്ങൾ ആര് പഠിപ്പിച്ചാണ്? എവിടെ നിർത്തുകൊണ്ടെന്നാണ്? ഈ പാളക്കിതാബ് പച്ച ബിദ്അത്തല്ലേ, പച്ച ശിർക്കല്ല അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ് മോലിയരെ, നാണോ മാനോ വേണ്ടേ കുറച്ചൊക്കെ? അവരൊക്കെയും നരകത്തിലാണ്, ഒരു വിഭാഗമേ സ്വർഗത്തിലുള്ളൂ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബി അത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി. അവിടെ നിർത്തേ. ഇനി പറയേ, മാ അന അലൈഹി വസ്ഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിലകൊണ്ട അന്നേ ദിവസത്തെ എന്ത് ഇബാദത്താണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഏത് ജാറാണ് അന്നേ ദിവസം ഉണ്ടായിരുന്നത്? ഏത് ഉറൂസാണ് അന്നേ ദിവസം ഉണ്ടായിരുന്നത്? ഏത് നേർച്ചയാണ്? ഏത് ചന്ദ്രക്കൊടാണ്? ഏത് ജാറ മുങ്ങിച്ചലാണ്? ഏത് ജാറ മൂടലാണ്? ഏത് മങ്കൂസാണ്? ഏത് കുത്തുബിയത്താണ്? ഏത് അദ്ദാദാണ്? എവിടുന്നാണ് മോലിയരെ നീച്ചു വരുന്നത്? ഇതൊക്കെയാണ് പറയാന്നിട്ട് ഈ സാധുക്കളെ പറ്റിക്കാൻ ഇനി പറ്റൂല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുക. അവിടെ തന്നെ നമ്മളിത് പൊളിച്ച് കൈ തരും. മുഴുവൻ ബിദ്അത്തും നിങ്ങളുടെ കയ്യിലാണ്, മുഴുവൻ ബിദ്അത്തുകളും നിങ്ങളാണ്. മറ്റൊരു റിപ്പോർട്ടിൽ സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്നത് ആരാണ്? ഫിർഖത്തുൻ നാജിയ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് മാന അലൈഹി അൽയൗമ അസ്ഹാബി എന്നുള്ളത്. അവിടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ള റിപ്പോർട്ടില്ല, പച്ച നുണയാണ് പറയണത്. ഇനി അവിടെ ഉണ്ട് തന്നെ വെക്കുക, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഉണ്ട് തന്നെ വെക്കുക. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട ചര്യ. പറഞ്ഞോളിയും. ഏത് മൗലൂദെ റസൂലുള്ള ചൊല്ലിയത്? റസൂലുള്ള വഫാത്തായപ്പോൾ ഏത് സ്വഹാബിയാണ് ഖുർആൻ ഓതിയത്? റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിൽ ഇരുന്നിട്ട് ഏത് സ്വഹാബിയാണ് ഖതം തീർത്തത്? റസൂലുള്ളാന്റെ കണ്ണൂക്ക് 3 നടത്തിയിട്ടുണ്ടോ? ദിക്ർ നടത്തിയിട്ടുണ്ടോ? 7 നടത്തിയിട്ടുണ്ടോ? അടിയന്തരം നടത്തിയിട്ടുണ്ടോ? 40 നടത്തിയിട്ടുണ്ടോ? ആണ്ട് നടത്തിയിട്ടുണ്ടോ? എന്ത് നോണേന് മൂല്യം നിങ്ങൾ പറയണത്? നിങ്ങൾ അറബിയിലിട്ട് പറയാ, എന്നിട്ട് ഈ സാധുക്കളെടുത്ത് തിരിച്ചാണ്ട് പറഞ്ഞു കൊടുക്കുക അല്ലേ? എന്നാ കേട്ടോളിയും. ഇവരുടെ പറയുന്ന വിധൈകൾ ഇവർ തന്നെയാണ്, ഞങ്ങൾ തന്നെ വിധൈകൾ, ഞങ്ങൾ തന്നെ പറഞ്ഞു വന്ന്. അതാണ് അലറി സക്കാഫിക്ക് പറ്റിയത്. അലറി സക്കാഫി ആ ഒരൊറ്റ വിഭാഗത്തിൽ പെടണോ? സുന്നികളുടെ സ്ഥാപനത്തിലേക്ക് തന്നെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം. ഏതാണ് ഈ സുന്നി എന്ന് പറയുന്നത്? സ്വഹാബത്തിനറിയാത്ത മൗലൂദ് നടത്തുന്ന, സ്വഹാബത്തിനറിയാത്ത കണ്ണൂക്ക് നടത്തുന്ന, അടിയന്തരം നടത്തുന്ന, 40 നടത്തുന്ന, 16 നടത്തുന്ന, സ്വഹാബത്തിനറിയാത്ത ജാറം മൂടൽ നടത്തുന്ന, ജാറം പൊക്കൽ നടത്തുന്ന, ഉറൂസ് നടത്തുന്ന, പെട്ടിവരവ് നടത്തുന്ന, ചന്ദ്രക്കുടം നടത്തുന്ന, സ്വഹാബത്തിനറിയാത്ത കുത്തുബിയത്ത് നടത്തുന്ന, കുത്തറാത്തീബ് നടത്തുന്ന, കുത്തി മലത്തിൽ നടത്തുന്ന, ഇതൊന്നും സ്വഹാബത്തിനറിയാത്ത, ആ സ്വഹാബത്തിനറിയാത്ത ഇതുപോലെയുള്ള പിഴച്ച കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഈ മൊയിലേര് പറയാണ്, എന്നാ നിങ്ങോട്ട് വന്നോളേന്ന്. സുന്നികളുടെ സ്ഥാപനത്തിലേക്ക്, അത് സ്കൂൾ ആണെങ്കിലും മദ്രസയാണെങ്കിലും എന്താണെങ്കിലും പറഞ്ഞയച്ചാലേ അവന്റെ ഈമാൻ രക്ഷപ്പെടുകയുള്ളൂ, നമ്മുടെ മക്കൾ സ്വർഗത്തിലെത്തുകയുള്ളൂ. ബിദ്അത്തുകാരുടെ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയച്ചാൽ ആ മക്കൾ നരകത്തിലേക്ക് പോകുന്ന ദുരന്തം നമ്മൾ നോക്കി കാണേണ്ടി വരുമെന്ന് മാത്രമല്ല, പലപ്പോഴും ആ മക്കൾ ഈ ഉമ്മയെയും ഉപ്പയെയും ഈ കുടുംബത്തെ മുഴുവനും സഹോദരങ്ങളെ അഹ്ലുസ് സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് ചേർക്കുകയും മുബത്തദികളാക്കുകയും ചെയ്ത് നമ്മളെ കൂടി നരകത്തിലേക്ക് കൊണ്ടുപോകുമേ എന്ന വിവരം നമ്മളൊക്കെ എന്ന ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണമേ. താങ്കൾ ഈ കോലത്തിലാണ് ഈ പോക്ക് പോയിട്ട് ഈ കോലത്തിൽ തന്നെ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും പ്രത്യേകിച്ച് നരകത്ത് കൊണ്ടിടേണ്ടി വരില്ല. കാര്യം ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ, ബിദ്അത്തുകാരി എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ വക്താക്കളായിക്കൊണ്ടുള്ള ആളുകളെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിലുള്ള ബിദ്അത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഞാനിത് അവിടെ വിശദീകരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ മുഴുവൻ ബിദ്അത്താണ്. നിങ്ങൾ 5 നേരത്തെ നമസ്കാരവും അതുപോലെ തന്നെ നോമ്പ്, ഹജ്ജ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കി ഈ ദീനിൻ്റെ പേരിൽ ചെയ്യുന്നത് മുഴുവൻ ബിദ്അത്താണ്, ബിദ്അത്തായ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ അതും ഇതൊക്കെ കൂട്ടി കെട്ടുന്നുണ്ട്. എന്തോ അവിടെ കേട്ടെ, സാഹിബ് ബിദ്അത്തായിക്കൊണ്ടാണ് നിങ്ങളുടെ പല മൗലിയാക്കന്മാരും നടക്കുന്നത്. ഈ ഉമ്മത്തിനെ ഹറാമിൽ നിന്ന് ഹറാമുകളിലേക്ക് വലിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിയും സ്വഹാബത്തും ജീവിച്ച അന്ന് ഉള്ള ഏത് മൗലൂദാണ് അലവിയെ ഇന്നേവരെ ചെല്ലിയിരിക്കുന്നത്? റസൂലുള്ളാഹിയും സ്വഹാബത്തും ജീവിച്ച അന്നേ കാലത്തുള്ള ഏത് ഉറൂസാണ് അലവിയെ ഇന്നേവരെ കൂടിയിരിക്കുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിച്ച അന്നുള്ള ഏത് അടിയന്തരാണ് അലവി എജ്ജുന്നവരെ കൂടിയിരിക്കുന്നത് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക, ചിന്തിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.